ലോകത്തിലെ ഏറ്റവും വലിയ ഗാർഹിക പുരപ്പുറ സോളാർ സംരംഭമായ പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന 2027 മാർച്ചോടെ 1 കോടി വീടുകളിൽ സൗരോർജ്ജം എന്ന ലക്ഷ്യത്തിലേക്കുള്ള മുന്നേറ്റത്തിലാണ്. പുരപ്പുറ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിന് സൗകര്യമൊരുക്കി വീടുകളിൽ സൗജന്യ വൈദ്യുതി ലഭ്യമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. പദ്ധതി പ്രകാരം ലഭിക്കുന്ന സബ്സിഡി സോളാർ പാനൽ ചെലവിന്റെ 40% വരെ ഉൾക്കൊള്ളുന്നു. കൂടാതെ കുടുംബങ്ങൾക്ക് പ്രതിമാസം 300 യൂണിറ്റ് സൗജന്യ വൈദ്യുതിയും ലഭിക്കും. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച പദ്ധതിയിലൂടെ വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ 6.3 ലക്ഷം ഇൻസ്റ്റലേഷനുകൾ പൂർത്തിയാക്കി. ഈ മാസം 3-ാം തീയതി വരെയുള്ള കണക്കുകൾ പ്രകാരം പദ്ധതിയുടെ ഔദ്യോഗിക പോർട്ടലിൽ ആകെ രജിസ്ട്രേഷൻ 1.45 കോടിയാണ്. 26.38 ലക്ഷം അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഗാർഹിക പുരപ്പുറ സോളാർ സംരംഭമായ പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന 2027 മാർച്ചോടെ 1 കോടി വീടുകളിൽ സൗരോർജ്ജം എന്ന ലക്ഷ്യത്തിലേക്കുള്ള മുന്നേറ്റത്തിലാണ്. പുരപ്പുറ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിന് സൗകര്യമൊരുക്കി വീടുകളിൽ സൗജന്യ വൈദ്യുതി ലഭ്യമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. പദ്ധതി പ്രകാരം ലഭിക്കുന്ന സബ്സിഡി സോളാർ പാനൽ ചെലവിന്റെ 40% വരെ ഉൾക്കൊള്ളുന്നു. കൂടാതെ കുടുംബങ്ങൾക്ക് പ്രതിമാസം 300 യൂണിറ്റ് സൗജന്യ വൈദ്യുതിയും ലഭിക്കും. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച പദ്ധതിയിലൂടെ വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ 6.3 ലക്ഷം ഇൻസ്റ്റലേഷനുകൾ പൂർത്തിയാക്കി. ഈ മാസം 3-ാം തീയതി വരെയുള്ള കണക്കുകൾ പ്രകാരം പദ്ധതിയുടെ ഔദ്യോഗിക പോർട്ടലിൽ ആകെ രജിസ്ട്രേഷൻ 1.45 കോടിയാണ്. 26.38 ലക്ഷം അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട്. സുസ്ഥിര വികസനത്തിനും ഊർജ്ജ നവീകരണത്തിനുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെ ശക്തിപ്പെടുത്തുന്ന പദ്ധതികളിൽ ഒന്നാണ് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. വീടുകളുടെ മേൽക്കൂരയിൽ സ്ഥാപിക്കുന്ന സോളാർ യൂണിറ്റ് ഉപയോഗിച്ച് സൗരോർജ്ജം സംഭരിക്കുന്നതിനും ഉപയോഗപ്പെടുത്തുന്നതിനും ഈ പദ്ധതി കുടുംബങ്ങളെ സഹായിക്കുന്നു. 40% വരെ സബ്സിഡി വാഗ്ദാനം ചെയ്യുന്ന ഈ പദ്ധതി പുനരുപയോഗ ഊർജ്ജം കൂടുതൽ താങ്ങാവുന്നതും പ്രാപ്യവുമാക്കി മാറ്റുന്നു. 1 കോടി കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ഈ സംരംഭത്തിലൂടെ വൈദ്യുതി ചെലവിൽ സർക്കാരിന് പ്രതിവർഷം 75,000 കോടി രൂപ ലാഭിക്കാനാകും. പ്രഖ്യാപിച്ച് വെറും 9 മാസങ്ങൾക്കുള്ളിൽ തന്നെ 70,000 പ്രതിമാസ ഇൻസ്റ്റലേഷൻ നിരക്കിൽ 6.3 ലക്ഷം ഇൻസ്റ്റലേഷനുകൾ പൂർത്തിയാക്കാൻ പദ്ധതിക്കായി. പ്രീ സ്കീം ശരാശരിയേക്കാൾ 10 ഇരട്ടി കൂടുതലാണിത്. 2025 മാർച്ചോടെ സ്കീമിന് കീഴിലുള്ള ഇൻസ്റ്റലേഷനുകൾ 10 ലക്ഷം കവിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2026 മാർച്ചോടെ 40 ലക്ഷവും 2027 മാർച്ചോടെ പദ്ധതിക്ക് 1 കോടി എന്ന ലക്ഷ്യവും കൈവരിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ പങ്കാളികളാവുന്നതിലൂടെ നിരവധി പ്രയോജനങ്ങളാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. പദ്ധതിയിലൂടെ ലഭിക്കുന്ന സൗജന്യ വൈദ്യുതി വീടുകളിലെ ഊർജ്ജ ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുന്നു. കൂടാതെ മേൽക്കൂരയിലെ സൗരോർജ്ജ സംവിധാനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മിച്ച വൈദ്യുതി വിതരണക്കാർക്ക് വിൽക്കുന്നതിലൂടെ അധിക വരുമാനം നേടാനുള്ള അവസരവുമുണ്ട്. സ്ഥാപിക്കുന്ന സോളാർ പാനലുകളുടെ ശേഷിക്ക് ആനുപാതികമായി പരമാവധി 78,000 രൂപ വരെ സബ്സിഡിയായി സർക്കാരിൽ നിന്നും ലഭിക്കും. 1 കിലോവാട്ട് പ്ലാന്റ് സ്ഥാപിച്ചാൽ 30,000 രൂപയും 2 കിലോവാട്ടിന് 60,000 രൂപയും 3 കിലോവാട്ടിന് 78,000 രൂപയുമാണ് സബ്സിഡി ലഭിക്കുക. 3 കിലോവാട്ട് വരെയുള്ള ഗാർഹിക പുരപ്പുറ സോളാർ അഥവാ RTS സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിന് ഏകദേശം 7% പലിശയ്ക്ക് ഈടില്ലാത്ത വായ്പകൾ ലഭിക്കും. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന രാജ്യത്തിനും ദൂരവ്യാപകമായ ഫലങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗാർഹിക മേഖലയിലേക്കുള്ള സൗരോർജ്ജ ഉൽപ്പാദനത്തിന്റെ വിപുലീകരണം രാജ്യത്തിന്റെ പുനരുപയോഗ ഊർജ്ജ ലക്ഷ്യങ്ങളിൽ ഗണ്യമായ സംഭാവന നൽകുന്നു. സൗരോർജ്ജത്തിന്റെ വർദ്ധിച്ച ഉപയോഗം പുനരുൽപ്പാദിപ്പിക്കാനാവുന്ന ഊർജ്ജ സ്രോതസ്സുകളുടെ ഊർജ്ജോൽപാദന മേഖലയിലേക്കുള്ള സമന്വയം ത്വരിതപ്പെടുത്തും. സൗരോർജ്ജത്തിലേക്കുള്ള മാറ്റം കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനും സഹായിക്കും. പുരപ്പുറ സംവിധാനം 25 വർഷത്തെ ആയുസ്സിൽ 1000 BU വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും കാർബൺ ഡയോക്സൈഡിന്റെ ബഹിർഗമനം 720 ദശലക്ഷം ടൺ കുറയ്ക്കുന്നതിലൂടെയും പരിസ്ഥിതിയിൽ ഗുണപരമായ സ്വാധീനം ചെലുത്താനാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. നിർമ്മാണം, ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ, സെയിൽസ്, ഇൻസ്റ്റലേഷൻ, ഓപ്പറേഷൻസ് ആൻഡ് മെയിന്റനൻസ്, മറ്റ് സേവനങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിലായി ഏകദേശം 17 ലക്ഷം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ ഈ പദ്ധതി വഴി സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
സബ്സിഡി അപേക്ഷ നൽകാനും വിൽപ്പനക്കാരെ തെരഞ്ഞെടുക്കാനും പദ്ധതിയുടെ ഔദ്യോഗിക പോർട്ടലായ pmsuryaghar.gov.in വഴി ഓൺലൈനായി സാധിക്കും. താൽപര്യമുള്ള ഉപയോക്താക്കൾ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ഉചിതമായ വലിപ്പത്തിലുള്ള സംവിധാനം അവർ ആഗ്രഹിക്കുന്ന കമ്പനികളിൽ നിന്ന് തെരഞ്ഞെടുത്ത് സ്ഥാപിക്കാം. പോർട്ടൽ വഴി അപേക്ഷ പ്രക്രിയ ഡിജിറ്റൈസ് ചെയ്യുന്നതിലൂടെ ഡോക്യുമെന്റേഷൻ ഭാരം കുറയ്ക്കാനും പ്രക്രിയ കാര്യക്ഷമമാക്കാനും സാധിച്ചു. പദ്ധതിയുടെ മോഡൽ സോളാർ വില്ലേജ് എന്ന ഘടകത്തിന് കീഴിൽ ഇന്ത്യയിലുടനീളം ഒരു ജില്ലയ്ക്ക് ഒരു മോഡൽ സോളാർ വില്ലേജ് സ്ഥാപിക്കുന്നതിനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സൌരോർജ്ജ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഊർജ്ജ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് ഗ്രാമങ്ങളെ ശാക്തീകരിക്കുന്നതിനും ഈ സംരംഭം ലക്ഷ്യമിടുന്നു. ഏറ്റവും ഉയർന്ന RE ശേഷിയുള്ള ഓരോ ജില്ലയിലെയും ഗ്രാമങ്ങൾക്ക് 1 കോടി രൂപ കേന്ദ്ര ധനസഹായം ലഭിക്കും. ജില്ലാതല കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി ഇതിന് മേൽനോട്ടം വഹിക്കും. പ്രധാനമന്ത്രി സൂര്യഘർ യോജന ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളെ സൌരോർജ്ജം ഉപയോഗിച്ച് ശാക്തീകരിക്കുന്നതിലൂടെ ഇന്ത്യയുടെ ഊർജ്ജോൽപാദന മേഖലയെ ഗണ്യമായി പുനർനിർമ്മിക്കാൻ സജ്ജീകരിച്ചിരിക്കുന്നു. 2027 മാർച്ചോടെ 1 കോടി എന്ന ലക്ഷ്യത്തിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നതോടെ വ്യാപകമായ ആനുകൂല്യങ്ങൾ നൽകുന്നതിനുള്ള പാതയിലാണ് പദ്ധതി. രാജ്യത്തെ ഹരിതവും കൂടുതൽ ഊർജ്ജ കാര്യക്ഷമവുമായ ഭാവിയിലേക്കുള്ള പാതയിലേക്ക് സജ്ജമാക്കുന്ന പദ്ധതി പുനരുപയോഗ ഊർജ്ജത്തിൽ അതിന്റെ നേതൃത്വത്തെ ശക്തിപ്പെടുത്തുന്നു. ശുദ്ധവും സുസ്ഥിരവുമായ ഊർജ്ജം എന്ന നിലയിൽ രാജ്യത്തെ ഊർജ്ജോൽപാദന മേഖലയിൽ സൌരോർജ്ജം സ്ഥാനമുറപ്പിക്കുകയാണ്.